ഞാൻ ഉത്തരം കിട്ടാത്തതുപോലെ തപ്പിക്കൊണ്ട് പറഞ്ഞു, അത് ഞാൻ അമ്മേ. പെട്ടെന്ന് അവർ ദേഷ്യത്തിലല്ല വേറൊരു ഭാവത്തിലേക്ക് കടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഡാ, ചുമ്മാ തമാശ കളിക്കാതെ സത്യം പറ. നീ അങ്ങനെ കണ്ടത് കൊണ്ടും സമ്മാനം നൽകിയതും കൊണ്ടല്ലേ അത് അങ്ങനെ നിൽക്കുന്നത്? പിന്നെ നീ അപ്പുറത്ത് വന്നപ്പോഴും ഇത് ഇങ്ങനെ തന്നെയായിരുന്നു മുട്ടി നിന്നിരുന്നത്. നീ എന്തുദ്ദേശത്തിലാ സമ്മാനം നൽകാമെന്നും പറഞ്ഞ് വന്നത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ നിന്നോട് ഒന്നും മിണ്ടില്ലാട്ടോ. നീ ചെയ്തതുപോലെ ഞാനും പിണങ്ങി അപ്പുറത്തോട്ട് പോകും. അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലോർത്തു, അയ്യോ പെട്ടല്ലോ, അമ്മയുടെ ഭാവം മാറി വരുവാണല്ലോ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ എണീറ്റ് പോകും. ഇത്രയും എത്തിച്ചത് വെറുതെ ആകും. സത്യം പറയാം, അതാ നല്ലത്. എന്തായാലും ഇത് പറയണം, എന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാം തുറന്ന് പറയാൻ തീരുമാനിച്ചു. ഞാൻ കൈയെടുത്ത് അവരെ നോക്കിയിട്ട് പറഞ്ഞു, അത് സോറി. ഞാൻ ആ ഒരു ഇതിൽ തന്നെയാ കണ്ടത്, ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഞാൻ ഈയിടെയായി കാണുമ്പോഴൊക്കെ എനിക്ക് എന്തോ തോന്നി. അപ്പോൾ അതങ്ങനെ നിൽക്കും. പിന്നെ ചില നേരത്തെ അതും ഇതുമൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ അറിയാതെ അതങ്ങനെ ആയിരിക്കും. എന്തിന് ഒന്ന് വെറുതെ ആലോചിച്ചാൽ പോലും എനിക്ക് വല്ലാത്ത സന്തോഷവും അങ്ങനെയുമൊക്കെ തോന്നും. പിന്നെ എങ്ങനെയാ സമ്മാനം തരുമ്പോൾ ഇത് ഇങ്ങനെ ആവാതിരിക്കുന്നത്? എനിക്കറിയാം ഇതിന് അമ്മയെ വലിയ കാര്യമാണെന്ന്. അതാ എപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നത്. അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനവും കൊണ്ടാട്ടോ. ഞാൻ ഒന്നും നോക്കാതെ അങ്ങനെ തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടിട്ടും അവർ ഒരു കുലുക്കവുമില്ലാതെ ഒരു തരി പുഞ്ചിരി എവിടെയോ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എൻ്റെ സംസാരവും കേട്ടിരുന്നു. എന്നിട്ടൊരു മറുപടിയും. എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ആർക്കാണ് ഇങ്ങനെ തോന്നുക? അത് കേട്ടപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, അത് അമ്മ എന്നോട് സത്യം പറയാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ ഒരു ഇതിൽ കാണാൻ തുടങ്ങിയത്. അതും അങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ പറയുന്നതിനിടയ്ക്ക് അവരെ നോക്കി. അവർ പഴയതുപോലെ തന്നെയാണ് പെരുമാറുന്നത്. അവർക്ക് എന്നോട് ദേഷ്യമോ പിണക്കമോ ഇല്ലായിരുന്നു. ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് അവർ കയറി ചോദിച്ചു, എന്ത് സംഭവം? എന്ന് മുതലാണ് ഇങ്ങനെയൊക്കെ തോന്നിയത്? ഞാൻ മറുപടി പറഞ്ഞു, അയ്യോ അമ്മ ഇപ്പോൾ തന്നെ എന്നോട് ദേഷ്യത്തിലാണ്. ഇനി അതും കൂടി പറഞ്ഞാൽ ഹോ വേണ്ട. സത്യത്തിൽ അവരുടെ മുഖത്ത് ഒരു തരി ദേഷ്യമോ സങ്കടമോ അപ്പോൾ ഇല്ലായിരുന്നു. പകരം എൻ്റെ മനസ്സിലെ അത് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു ആ മുഖത്ത്. അവർ എന്നോട് സാധാരണ പോലെ പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് നിന്നോട് എന്തിനാ ദേഷ്യം തോന്നുന്നത്? അതിന് മാത്രം തെറ്റൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമാണ് ഞാൻ ചോദിച്ചത്. അതിനെപ്പറ്റിയാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ നീ കാര്യം തുറന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും നിനക്ക് ഇങ്ങനെ തോന്നാനുള്ള കാരണം നീ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഞാൻ കരുതിയതുപോലെ തന്നെ അമ്മയ്ക്ക് എന്നോട് ഒരു ദേഷ്യവുമില്ല. ഈ സമയം എൻ്റെ കൂട്ടുകാരൻ്റെയും അമ്മയുടെയും കാര്യം അമ്മയോട് പറഞ്ഞു കൊടുത്താലോ എന്ന് ഞാൻ ആദ്യം കരുതിയെങ്കിലും സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ആദ്യമായി ഉറപ്പ് വരുത്തണം, എന്നിട്ട് കുറച്ചുകൂടി എന്നിലേക്ക് അടുക്കണം. അതിനായി ഞാൻ അവരെ
എനിക്ക് വിശ്വാസം വരാത്തതുപോലെ സംസാരിച്ചു. ഞാൻ അമ്മ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും. ഇനി ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തനി സ്വഭാവം കാണിക്കും. അത് കേട്ടപ്പോൾ അമ്മ പിന്നെയും പറഞ്ഞു, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. ഞാനും കേൾക്കട്ടെ നിനക്ക് ഇങ്ങനെ തോന്നാനുള്ള കാരണമായ കഥ. അത് കേട്ടപ്പോൾ ഞാൻ മൗനം പ്രകടിപ്പിച്ചു. അപ്പോൾ അമ്മ എൻ്റെ അടുത്തേക്ക് നീങ്ങി ചേർന്നിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. അപ്പോൾ അതുങ്ങൾ രണ്ടും എന്നിലേക്ക് അമർന്നു. അതിൻ്റെ ഒരു ഇതിൽ ഉണ്ണിക്കുട്ടൻ പതുക്കെ ഉണർന്നു. അപ്പോൾ ഞാൻ അവരുടെ തോളിൽ കൈവച്ചു. എന്നിട്ട് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോൾ അമ്മയും എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഡാ, നീ നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുമോ? ദേഷ്യമുണ്ടെങ്കിൽ അകലം പാലിക്കുകയല്ലേ ചെയ്യുക? അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ പോകേണ്ടതല്ലേ? അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആണോ, എന്നാ എനിക്ക് ഇവിടെ എത്താം. അത് കേട്ടപ്പോൾ അമ്മ എന്നെ വാത്സല്യത്തോടെ നോക്കി. അച്ചോടാ, എൻ്റെ കുട്ടന് വേണോ? തരാട്ടോ, ഇന്നാ പിടിച്ചോ. അതും പറഞ്ഞ് എനിക്ക് ചെറിയ സമ്മാനം തന്നു. പിന്നെ കുറച്ചു നേരം അങ്ങനെ. അല്പനേരം കഴിഞ്ഞ് എന്നെ നോക്കി പറഞ്ഞു, ഡാ, ഉണ്ണിക്കുട്ടൻ അവിടെ ചേർന്നാണല്ലോ നിൽക്കുന്നത്. ഇടയ്ക്ക് അനങ്ങുന്നുമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതിപ്പോൾ അമ്മ കാണിച്ചു കൂട്ടിയത് കൊണ്ട്. അമ്മയുടെ കടുത്ത ആരാധകനാണല്ലോ ഉണ്ണി. അപ്പോൾ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. ഞാൻ അങ്ങനെ പറഞ്ഞതും അമ്മ പെട്ടെന്ന് ചിരിച്ചു. പിന്നെ ചെറുതായി ഒന്ന് അനങ്ങി. എന്നിട്ട് കാലെടുത്ത് ഉയർത്തി മേലെ വെച്ചു. അപ്പോൾ അവിടേക്ക് തട്ടിയതും ഞാനൊന്ന് വല്ലാതായി. പിന്നെ ഞാനും വിട്ടില്ല. ഞാനും തിരിച്ച് അങ്ങോട്ടേക്ക് ചേർന്നു. അപ്പോൾ അവരും വിട്ടില്ല. അവർ പെട്ടെന്ന് കൈകൊണ്ട് അതെടുത്തു. സത്യത്തിൽ ഞാൻ അവിടെ നിന്നും തുള്ളിച്ചാടിപ്പോയി. അയ്യോ അമ്മേ, എന്തുവായി കാണിക്കുന്നേ? അത് കേട്ടപ്പോൾ അമ്മ പൊട്ടിച്ചിരിക്കുമായിരുന്നു. പിന്നെ പിൻവാങ്ങി. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ നീക്കം മുന്നോട്ട് വെച്ചു. ശരവേഗത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് ചേർന്ന് കൊടുത്തു. ഇതാ നിർത്ത് എന്നും പറഞ്ഞ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഞാൻ വീണ്ടും ചേർന്ന് സമ്മാനം നൽകി. പിന്നെ കുറച്ചു നേരം അങ്ങനെ തുടർന്നു. ശേഷം വേർപെട്ടു. ആദ്യം ഇതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ചെറിയ ഇതൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിലൊരു കുറ്റബോധവും തോന്നുന്നില്ല. ഇപ്പോൾ അവരും ഏതാണ്ട് നല്ലപോലെ അടുത്ത മട്ടാണ്. പിന്നെ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കാനും പോയില്ല. പെട്ടെന്ന് അവർ എന്നെ നോക്കി പറഞ്ഞു, എടാ, വീണ്ടും അതങ്ങനെ ചേർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ തിരിച്ച് ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു, അത് അങ്ങനെയാ. അതിന് വേണ്ടതൊന്നും കൊടുത്തില്ലല്ലോ, അതാ. അത് കേട്ടപ്പോൾ അമ്മ എന്നെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു, ഓ പിന്നെ ഒരിടി വെച്ച് കൊടുക്കണം. ഇങ്ങനെയുണ്ടോ അനുസരണക്കേട്? പിന്നെ നീ പറഞ്ഞില്ലേ വലുതും കൊടുക്കണമെന്ന്. കൊടുക്കുന്നത് പോയിട്ട് തട്ടാനോ മുട്ടാനോ പാടില്ലാട്ടോ. അതും പറഞ്ഞ് അമ്മ കളിയാക്കി ചിരിച്ചു. അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അവർ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഏതായാലും അവർ തന്നെ ഇതൊക്കെ എടുത്തിട്ടല്ലോ. എനിക്ക് നല്ലപോലെ ആശ്വാസം തോന്നി. അവർക്കിപ്പോൾ അതങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്, വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി തോന്നിയതുപോലെ അവിടെയും ഇവിടെയും
വെക്കാം. പിന്നെ പതിയെ എന്താണെന്ന് വെച്ചാൽ സൗകര്യം പോലെ കാര്യം സാധിച്ചെടുക്കുകയും ചെയ്യാം.